നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ താല്പര്യമറിയിച്ച് നേരത്തെ പറഞ്ഞു കോൺഗ്രസ് വക്താവ് ഷമാ മുഹമ്മദ്. പാർട്ടി പറഞ്ഞാൽ മത്സരിക്കും. എല്ലാവരും ഒരു ലക്ഷ്യം വെച്ചാണ് രാഷ്ട്രീയത്തിൽ വരുന്നത്. ഈച്ചയെയും കൊതുകിനെയും കൊല്ലാൻ ആരും രാഷ്ട്രീയത്തിൽ വരില്ലല്ലോ എന്നും ഷമ. വർഷങ്ങളായി പാർട്ടിയിലുള്ളവരെ പരിഗണിക്കണമെന്നും ആവശ്യപ്പെട്ടു. എൻ്റെ പാർട്ടി എന്താ തീരുമാനിക്കുന്നത് അത് ഞാൻ കേൾക്കും. പാർട്ടി മത്സരിക്കാൻ പറഞ്ഞാൽ മത്സരിക്കും, പാർട്ടി പറയും മത്സരിക്കേണ്ട മത്സരിക്കുന്നില്ല, അത്രയേ ഉള്ളൂ. വിന്നബിലിറ്റിയാണെന്ന് ഞാൻ കേട്ടത് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്രൈറ്റീരിയ. പിന്നെ പാർട്ടിയിൽ കൊല്ലങ്ങളായിട്ട് ഇരിക്കുന്ന കുറേ പേരുണ്ട്, അവരെയും പാർട്ടി നോക്കണം. ആരാ എത്ര കൊല്ലം പാർട്ടിയിൽ ഉണ്ടായിരുന്നു, എത്ര കൊല്ലം അവർ വർക്ക് ചെയ്തു, അതെല്ലാം പാർട്ടി എനിക്ക് തോന്നുന്നു നോക്കണം. ആരും രാഷ്ട്രത്തിൽ ഈച്ചനെ കൊല്ലാൻ വരത്തില്ല. ആരും രാഷ്ട്രത്തിന് കൊതുവിനെ കൊല്ലാനോ ഈച്ചനെ കൊല്ലാനോ ഒന്നും രാഷ്ട്രത്തിൽ കാര്യമില്ല, അല്ലേ? എല്ലാവരും ഒരു ലക്ഷ്യം വെച്ചിട്ടല്ല രാഷ്ട്രത്തിൽ കയറാം. വിനിത വിനീത ഗുഡ് മോർണിംഗ്. അല്ലെങ്കിൽ ഈച്ചയെ കൊതുകിനെ കൊല്ലാൻ അതിൻ്റെതായ മാർഗങ്ങളുണ്ടല്ലോ, അതിന് രാഷ്ട്രീയമായ ഏതെങ്കിലും ബന്ധമില്ല. അതെന്തിനാ പറയുന്നത് അറിയില്ല. പക്ഷേ അധികാരവും പദവിയും തന്നെയാണോ എല്ലാവർക്കും ലക്ഷ്യം എന്നുള്ളൊരു ചോദ്യമുണ്ട് അവിടെ, അല്ലേ? അതെ അതെ അതെ. ക്ഷമയ്ക്ക് മത്സരിക്കാൻ ആഗ്രഹമുണ്ട്, സിമ്പിളായിട്ട്. വിനിത ഗുഡ് മോർണിംഗ്. വെരി ഗുഡ് മോർണിംഗ് ഹാഷ്മി ആൻഡ് സ്മിത. ഹാഷ്മി സൂചിപ്പിച്ചതുപോലെ ക്ഷമയ്ക്ക് മത്സരിക്കാൻ താല്പര്യമുണ്ടോ എന്ന ചോദ്യത്തിനാണ് ക്ഷമ മറുപടി നൽകിയത്. അതിൽ അവർ പറഞ്ഞത് ഈച്ചേനെയും കൊതുകിനെയും കൊല്ലാനൊന്നും ആരും രാഷ്ട്രീയത്തിൽ വരില്ലല്ലോ, അതായത് തനിക്കും രാഷ്ട്രീയത്തിൽ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ താല്പര്യമുണ്ടെന്ന് തന്നെയാണ് ഷമാ മുഹമ്മദ് വ്യക്തമാക്കിയിരിക്കുന്നത്. പക്ഷേ ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കേണ്ടത് പാർട്ടിയാണെന്നും ക്ഷമ തന്നെ പറയുന്നുണ്ട്. ഈ വിജയസാധ്യതയുള്ള സ്ഥാനാർത്ഥികളെ ആണ് പരിഗണിക്കുക, അത് തന്നെയാണ് പാർട്ടിയുടെ ഒരു ക്രൈറ്റീരിയ എന്നും അവർ പറയുകയാണ്. പക്ഷേ അങ്ങനെ വിജയസാധ്യതയുള്ളവരെ പരിഗണിക്കുമ്പോൾ വർഷങ്ങളായി പാർട്ടിയിലുള്ള പ്രവർത്തകരെ കൂടി അങ്ങനെയുള്ള നേതാക്കളെ കൂടി പരിഗണിക്കണം എന്നൊരു കാര്യം കൂടി ഷമാ മുഹമ്മദ് മുന്നോട്ട് വയ്ക്കുകയാണ്. എല്ലാവർക്കും ഓരോരോ ലക്ഷ്യങ്ങൾ ഉണ്ടാകും. രാഷ്ട്രീയത്തിലും എല്ലാവരും വരുന്നത് സമാനമായിട്ടുള്ള ചില ലക്ഷ്യങ്ങൾ വെച്ചുകൊണ്ട് തന്നെ ആയിരിക്കുമല്ലോ. ഈച്ചയും കൊതുകിനെയും കൊല്ലാനായി ആരും രാഷ്ട്രീയത്തിലേക്ക് വരില്ലല്ലോ എന്നാണ് ഷമാ മുഹമ്മദ് പറഞ്ഞിരിക്കുന്നത്. ഒപ്പം തന്നെ ഈ തവണ വരുന്ന ഈ സ്ഥാനാർത്ഥി പട്ടികയിൽ വനിതകൾക്കും ഒപ്പം യുവാക്കൾക്കും ഒക്കെ പ്രാതിനിധ്യം ഉണ്ടാകുമെന്നാണ് നേരത്തെ തന്നെ നേതാക്കൾ പറഞ്ഞിരിക്കുന്നത്. അവർക്കൊപ്പം തന്നെ പാർട്ടിയിൽ വർഷങ്ങളായി പ്രവർത്തിക്കുന്ന നേതാക്കളുണ്ട്, അവരെയും പരിഗണിക്കണമെന്നാണ് ഷമാ മുഹമ്മദ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഒപ്പം തന്നെ ഈ മത്സരിച്ചാലും ഇല്ലെങ്കിലും താൻ കണ്ണൂരിൽ സജീവമായി ഉണ്ടാകുമെന്നും ഷമാ മുഹമ്മദ് പറയുന്നുണ്ട്. പിന്നെ പാർട്ടി ഏതും ആയിക്കൊള്ളട്ടെ, പക്ഷേ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഏത് പാർട്ടിയിലും സ്ത്രീകൾക്ക് ഒരു പ്രാധാന്യം നൽകണം, ഒരു പരിഗണന ഉണ്ടാകണം എന്നുകൂടി ഷമാ മുഹമ്മദ് പറയുകയാണ്. പക്ഷേ കേരളത്തെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു പരിഗണന സ്ത്രീകൾക്ക് വളരെ കുറവാണെന്നൊരു അഭിപ്രായം കൂടി ഷമാ മുഹമ്മദ് പറഞ്ഞിട്ടുണ്ട്. ഹാഷ്മി. ഓക്കെ, വിനിത വിജയാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. ഷമാ മുഹമ്മദ് പാർട്ടി പറഞ്ഞാൽ മത്സരിക്കുമെന്ന് പറയുകയാണ്. എല്ലാവരും പറയുന്നത് അത് തന്നെയാണ്. എനിക്ക് മത്സരിക്കണമെന്ന് നേർക്കുനേർ പറയില്ല, പാർട്ടി പറഞ്ഞാൽ മത്സരിക്കാൻ തയ്യാറാണ്, നിർബന്ധിക്കണം. ഏത് പാർട്ടിയിലായാലും നമുക്കത് കേൾക്കാൻ കഴിയുന്നുണ്ട് ഈ ദിവസങ്ങളിൽ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.